ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ നാളിവിടെ വീട്ടിലൊക്കെ നിന്നുള്ളത്. രാവിലെ അമ്പലത്തിൽ പോയി, ഞാനും അണ്ണനും ഇവിടെ ശാർക്കരയിൽ പോയി, തെനവള ഒരു അമ്പലത്തിലും പോയി. അതുകൊണ്ട് ഒരുത്തി ഇവിടെ വന്ന് കിടക്കുകയാണ്. റൈസ് ഇതാ കിടക്കുന്നു, കണ്ട പയ്യ എവിടെ നിന്നൊക്കെ കടിയും മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് വേറെ പൂച്ചകളിൽ നിന്ന്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ, ഇന്നിപ്പോൾ തൊട്ട് മോന് കഷായം കുടിക്കണം. അവനൊരു ബാക്കിൽ ഭയങ്കര വേദനയും കാര്യങ്ങളുമായിട്ട്. അപ്പം അവൻ കൊച്ചിലെ മറിഞ്ഞ് വീണത്. അപ്പോൾ അതിന് ഇന്നോട്ട് അവൻ കഷായം കുടിക്കണം. അപ്പോൾ അവന് ഉണക്കമീൻ ചമ്മന്തി അതൊക്കെ റെഡിയാക്കി വെച്ച് ബാക്കിയുള്ളവർക്കുള്ളതെല്ലാം റെഡിയാക്കി എൻ്റെ ജോലികളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ എനിക്ക് 2 ദിവസത്തെ ഒഴിച്ചിൽ കഴിഞ്ഞിട്ട് അത് 2 ദിവസത്തെ ഒഴിച്ചിൽ കഴിഞ്ഞിട്ട് എനിക്ക് തിങ്കളാഴ്ച തൊട്ട് അല്ലെങ്കിൽ ചൊവ്വാഴ്ച തൊട്ട് എനിക്ക് കഷായം തുടങ്ങും. അപ്പോൾ റെസ്റ്റായിരിക്കും. അതുവരെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നാളെ അമ്മ വരും, അണ്ണൻ്റെ അമ്മ അഞ്ഞ് വരും. ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാം. ഇതുണ്ട് ചാക്കിൽ ഉണ്ട മുളക്, നല്ല മണമുള്ള മുളക്, പച്ചമുളകിൻ്റെ തൈ അമ്മ പാവിയിട്ടാണ് പോയത്. ഞാൻ പാവിയതത് പൊടിച്ചില്ല കേട്ടോ, ഞാനത് പാവിയിട്ട് പൊടിച്ചില്ല. പക്ഷേ അമ്മ വേറെ ഒരു മുളക് കിട്ടിയായിരുന്നു, അപ്പം അവസാനത്തെ മുളകായിരുന്നു അതിൽ നിന്ന്. അപ്പോൾ അത് അമ്മ പാവി വെച്ചിട്ട് പോയി. പിന്നെ ഞാൻ അപ്പുറത്തെ ദേവൂൻ്റെ അവിടെ നിന്ന് കുറേ വിത്തുകൾ തന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കൂടെ ഒത്തുപാവി അങ്ങനെ പൊടിച്ചതാണിത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഉണ്ട മുളകുകളായിരുന്നു കേട്ടോ. കുറച്ച് കാച്ചതേ ഉള്ളൂ. അത് പൊടിച്ചത് അതേ കണക്ക് നിന്ന് ഞാൻ വേറെ തിരിച്ചൊന്നും നട്ടില്ല. കണ്ട, ഇത് ഞാൻ നട്ട മുളകാണേ. പറിക്കാൻ 2 തന്നെ ഉള്ളു. പിന്നെ ഇനി കുറച്ച് എൻ്റെ മോൻ നട്ട ചേനയാണ്. അവന് ഇതൊക്കെ ഇഷ്ടമാണ്. അത് നന്നായില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒരു പച്ചമുളക് തൈയുണ്ട്. ഇത് അമ്മ നട്ടതാണ്. ഇത് നല്ല നീളമുള്ള മുളകാണ്, നീളമുള്ള നല്ല മുളകാണ് കേട്ടോ, കാരിമുളക്. ഇതിൽ അവിടെയോ നട്ടിരുന്നു, അതൊക്കെ പോയി. ഇനിയിപ്പം ഇത് കാന്താരിയും മണമുള്ള മുളക് മാറ്റി നടുമ്പോൾ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ 2 ഇല വന്നിട്ടേ ഉള്ളൂ. പാപ്പി അപ്പുറത്തിരിക്കണം. പാപ്പി 2ാമത്തെ ഗർഭിണിയാണ്. 2ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നിട്ട് 2ാമത്തെ ഗർഭിണിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ് ചെയ്യൂ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.